ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു റേഷൻ കടക്കാരനും പിന്നെ ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു കഥയാണ് കേട്ടോ. പെൺകുട്ടിയുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ആള് അടുത്തൊരു റേഷൻ കടക്കാരനുമായിട്ടുള്ള ആ ഒരു കഥയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഷീജ എന്നാണ് കേട്ടോ. ഷീജ 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അത്യാവശ്യം ഒരു നാടൻ പെൺകുട്ടിയാണ് ഷീജ. ഷീജയുടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഷീജയ്ക്കൊരു എനിമിയുണ്ട്, അതായത് ശത്രു. അതായത് ഷീജ നിന്ന് പഠിക്കുന്നതും എല്ലാം ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം ചെറിയമ്മയുടെ വീട്ടിൽ എന്ന് പറയുന്ന 2 പിള്ളേരാണുള്ളത്. ഷീജയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്, സുനിത. അവള് അത്യാവശ്യം മോഡേണാണ്, പുറത്തൊക്കെ പോയി പഠിക്കുന്നതാണ്. അപ്പം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റോറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നാടൊന്നും അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല. അപ്പം നാട്ടിൽ നിന്ന് ആകെ പോയെന്ന് വെച്ചാൽ സുനിത മാത്രമാണ് പുറത്തു പോയി പഠിക്കുന്നതും. അങ്ങനെ അത്യാവശ്യം മോഡേൺ രീതിയിലുള്ള മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സുനിത ഇടുന്നതൊക്കെ. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കായിട്ടുള്ള ആളുകൾക്കൊന്നും പിടിക്കുന്നില്ലായിരുന്നു. കാരണം അവൾ ഭയങ്കര പരിഷ്കാരിയായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ നാട്ടുകാർ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. പിന്നെ ഷീജ ഒരു പാവം പെൺകുട്ടിയാണ്. അതേപോലെ തന്നെ നാടൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൾ ഇടുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയമ്മ മോളെ വിടാതെ ഷീജ എടുത്തിട്ട് വന്ന് പറഞ്ഞു, മോളെ ഷീജെ, ആ റേഷൻ കടയിൽ ഒന്ന് പോയിട്ട് വരുമോ? കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷീജയ്ക്ക് നോ പറയാൻ പറ്റില്ലല്ലോ. കാരണം അവരുടെ വീട്ടിൽ നിന്ന് പണിക്കുന്നതാണ്, പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഷീജ ഓക്കെ പറഞ്ഞു. ഷീജയുടെ മറുപടി കേട്ട സമയത്ത് തന്നെ ചെറിയമ്മ സാധനങ്ങളും കാര്യങ്ങളും, അതായത് സഞ്ചിയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് എടുത്തുകൊണ്ട് വന്ന സമയത്ത് തന്നെ ഷീജ ഒന്ന് നോക്കി. കാരണം ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു ലിസ്റ്റ് തന്നെ ചെറിയമ്മ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം സ്വന്തം മോളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിക്കുകയാണ്. അതൊന്നും നോക്കാതെ ചെറിയമ്മ കൊടുത്ത സമയത്ത് ഷീജ അവിടെ നോക്കി. അത് കഴിഞ്ഞപ്പം ഷീജ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അന്നിട്ട് തന്നെ ചെറിയമ്മ വിളിച്ചു, മോളെ ഒന്നിങ്ങി വന്നേ, ഒരു കാര്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. ചെന്ന സമയത്ത് ഷീജയ്ക്ക് അത്യാവശ്യം ഒരു മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അത് സുനിതയുടെ ഡ്രസ്സാണ് കേട്ടോ. സുനിതയുടെ ഡ്രസ്സ് എടുത്ത് കൊടുത്ത സമയത്ത് ഇതിട്ടുകൊണ്ട് മോള് റേഷൻ കടയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഷീജ എടുത്ത് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഷീജയ്ക്ക് പാകമാവത്ത് പോലുമില്ല. അപ്പോൾ ഷീജ പെട്ടെന്ന് തന്നെ ചെറിയമ്മ എടുത്തിട്ട് പറഞ്ഞു, ചെറിയമ്മേ, ഇത് പാകമാവുന്നില്ല, എന്താ ചെയ്യുക? ഇതൊട്ടും പാകമാവുന്നില്ല, എനിക്ക് ചേരത്ത് പോലുമില്ല. അപ്പം അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയമ്മ നന്നായിട്ട് ദേഷ്യപ്പെട്ടു ഷീജെടുത്ത്. ഇതിട്ടുകൊണ്ട് പോയാൽ മതി, ഇതിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്താ ഒരു കുഴപ്പം? ഇതിട്ടുകൊണ്ട് ചെല്ല്, റേഷൻ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ ഷീജയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഷീജ അത് കേട്ട സമയത്ത് ഒന്ന് വിഷമിച്ചതിന് ശേഷം ആ ഒരു ഡ്രസ്സ് എടുത്തതിന് ശേഷം അതും ഇട്ടുകൊണ്ട് റേഷൻ കടയിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി. അതും ഇട്ടുകൊണ്ട് കണ്ണാടിയിൽ നിന്ന് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ആര് കണ്ടാലും മോശം പറയുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പം ഷീജയ്ക്ക് വീണ്ടും നല്ല ദേഷ്യം തോന്നി ചെറിയമ്മയോടും അവളോടും. കാരണം മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ ഷീജയെ നല്ല രീതിയിൽ പറയുകയും അതേപോലെ തന്നെ സുനിതയെ മോശങ്ങളായിട്ട് കാണിക്കുകയും ചെയ്യുമ്പോൾ ചെറിയമ്മയ്ക്ക് അത് പിടിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് എടുത്ത് ഷീജയ്ക്ക് കൊടുത്തത്. അത് ഷീജയ്ക്ക് കണ്ടപ്പം തന്നെ മനസ്സിലായി, ഇത് ഇവളെയും കൂടെ ആ ഒരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്, നാട്ടുകാരങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ചെറിയമ്മ അങ്ങനെ ചെയ്തതെന്ന് ഷീജയ്ക്ക് മനസ്സിലായി. ഷീജയ്ക്ക് റേഷൻ കടയിലോട്ട് പോകുന്ന വഴിയിലാണെങ്കിലും റേഷൻ കടയിൽ ചെന്നിട്ടാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്താണ് ഷീജെ, നീയും അവളുടെ പാതയിൽ തന്നെ തുടരാൻ തുടങ്ങിയോ? നീ ഒരു നല്ല കൊച്ചായിരുന്നു, ഇപ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നീ ആകെ മോശമായി, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാണോ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ കുറ്റം പറയുന്ന സമയത്ത് ഷിജിക്ക് നല്ല വിഷമമായി. കാരണം താൻ ഇങ്ങനത്തുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇതുവരെ. തനിക്ക് ആ ഒരു രീതിയിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു.
തനിക്ക് എപ്പോഴും ജീവിക്കാൻ നാടൻ പെൺകുട്ടിയായിട്ട് ആ രീതിയിൽ അങ്ങനെ ആയാൽ മതിയെന്നായിരുന്നു അവളുടെ ചിന്തയും കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ആയപ്പോൾ അവൾ പതുക്കെ പതുക്കെ ഏന്തി ഏന്തി റേഷൻ കടയിലേക്ക് ചെന്നു. റേഷൻ കടയിലെ ചേട്ടൻ സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അവൾ ആ നിൽക്കുന്ന സമയത്ത് തന്നെ റേഷൻ കടക്കാരൻ ഒന്ന് ദയനീയമായിട്ട് നോക്കി. കാരണം ഷീജയ്ക്ക് ഇങ്ങനെ ഒരവസ്ഥ വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. കാരണം ഷീജയെ കുഞ്ഞുനാളം മുതലേ കാണുന്ന ഒരാളായിരുന്നു ഈ റേഷൻ കടക്കാരൻ ചേട്ടൻ. ഷീജ അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ എല്ലാവരും അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു അത്ഭുത ജീവി എന്നതുപോലെ ആ നാട്ടിലെല്ലാവരും ഷീജ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. എന്താ പിന്നെ ചിലര് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. എന്ത് പെണ്ണാ ഇത്, ഇങ്ങനെയൊക്കെയാണോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്? ഇവിടെ പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഷീത അതൊന്നും കേൾക്കാതെ ഒന്നും മിണ്ടാതെ ആ ഒരു ദയനീയ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കേട്ട സമയത്ത് തന്നെ റേഷൻ കടക്കാരനായിട്ടുള്ള ആ മനുഷ്യന് അത് മനസ്സിലാവുകയും അയാള് അവളോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കയറിയിരിക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ നാട്ടുകാർക്കിടയിൽ തന്നെ എന്തൊക്കെയോ ഒരു പരദൂഷണം പോലെ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. എന്താണ് ചേട്ടാ, ഷീജിക്ക് മാത്രമേ ഉള്ളൂ കസേരയും കാര്യങ്ങളും, ഞങ്ങൾക്ക് ആർക്കും ഇല്ലേ എന്നൊക്കെ ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. റേഷൻ കടക്കാരൻ ആ ഒരു ചേട്ടൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ഷീജ ആ കസേരയെ മാറിയിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ ഓരോന്നും ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒഴിഞ്ഞു പോയി അത് കഴിഞ്ഞ ശേഷം അവസാന താളം വന്നു. അവസാന താളം പോയി കഴിഞ്ഞ ശേഷം ഷീജയും റേഷൻ കടക്കാരനും മാത്രമായി ആ ഒരു സമയം. അപ്പോൾ റേഷൻ കടക്കാരൻ ആ ഒരു ചേട്ടൻ ഷീജയോട് ചോദിച്ചു, എന്ത് പറ്റി ഷീജയെ, എൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? നീ എന്നോടെല്ലാം പറയുന്നതല്ലേ, എന്ത് കാര്യമാണെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഒരു ദയനീയ ഭാവത്തോടെ അയാളെ ഒന്ന് നോക്കിയ സമയത്ത് ഷീജയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. റേഷൻ കടക്കാരൻ ചേട്ടൻ ആ ഒരു പെട്ടെന്ന് തന്നെ ഷീജയുടെ കണ്ണുകൾ, ആ നിറഞ്ഞ കണ്ണുകളെ തുടച്ചെടുത്തു. നീ കരയണ്ട മോളെ, നീ എന്തുണ്ടെങ്കിലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. എന്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. ചെറിയമ്മ എന്തെങ്കിലും പറഞ്ഞോ, അതോ സുനിധി എന്തെങ്കിലും പറഞ്ഞോ? എന്താണെങ്കിലും മോക്ക് എന്നോട് പറയാലോ, നീ എന്നോട് പറ എന്നൊക്കെ പറയുന്ന സമയത്തും അവള് കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആ ഒരു റേഷൻ കടക്കാരൻ ചേട്ടനോട് പറഞ്ഞു. ചേട്ടാ, ഇന്ന് ചെറിയമ്മ എന്നോട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു. അതിട്ടുകൊണ്ട് പോകുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്നോട് ഒരു ദയനീയതയും കാണിച്ചില്ല. ഇതിട്ടുകൊണ്ട് തന്നെ പോകാൻ പറഞ്ഞു. എന്നെ മനഃപൂർവ്വം നാണം കെടുത്താനും എനിക്ക് നാട്ടുകാരുടെ ചീത്ത കേൾപ്പിക്കാനും വേണ്ടി മാത്രമാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഷീജ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ റേഷൻ കടക്കാരൻ ചേട്ടൻ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അവളെ. നീ കരയേണ്ട ഷീജെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കുള്ള പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാറ്. ഇപ്പോൾ നീ ഒരു ഡ്രസ്സ് ഇട്ടെന്നും പറഞ്ഞ് ഇപ്പം അവരെന്ത് കാണിക്കാനാണ്? അതൊന്നും നീ ടെൻഷൻ ആവണിയൊന്നും വേണ്ട എന്നൊക്കെ റേഷൻ കടക്കാരൻ ചേട്ടൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. റേഷൻ കടക്കാരൻ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഷീജയുടെ മനസ്സിന് വിഷമങ്ങൾ മാറുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തും ഷീജ എന്തിനെയോ പരത്തി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ടും ഷീജ ഇങ്ങനെ ദയനീയമായിട്ടിരിക്കുന്ന സമയത്ത് റേഷൻ കടക്കാരൻ ചേട്ടൻ ആ മൊബൈൽ എടുത്തതിന് ശേഷം ഒരു സിനിമ എടുത്തു വെച്ച് കാണിച്ചു. ഷീജെ, ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ചൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. നീ ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ നീ ഉദ്ദേശിക്കുന്ന കണക്കല്ല കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട് ഒരുപാട് മെച്ചപ്പെടുന്നുമുണ്ട്. ഇങ്ങനെ ചില ആൾക്കാരാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ സദാചാരം കാണിച്ചൊക്കെ നടക്കുന്നത്. അപ്പോൾ നീ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കണ്ട. നീ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്ക്, അപ്പോൾ പിന്നീട് അറിയാമല്ലോ കാര്യങ്ങളെല്ലാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവളും
ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ ഷീജ ഒരു കുറുമ്പോട് കൂടി ആ റേഷൻ കടക്കാരൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ചേട്ടൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന പെൺകുട്ടികളെ ഇഷ്ടം? മോഡേൺ ഡ്രസ്സാണോ അതോ നാടൻ ഡ്രസ്സാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് റേഷൻ കടക്കാരൻ ചേട്ടൻ ഒന്ന് പതുങ്ങി. അത് ഷീജെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എനിക്കെല്ലാത്തൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ പെൺകുട്ടികളുടെ സൗന്ദര്യം ഡ്രസ്സിൽ മാത്രമല്ലല്ലോ, അതിനെല്ലാ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഷീജെ? അതൊക്കെ പറയുന്ന സമയത്ത് ഷീജയും ഒന്ന് മൗനമായിട്ട് നിന്നു. അപ്പോഴും ഷീജയ്ക്ക് ഡൗട്ടായിരുന്നു. അവൾ വീണ്ടും തുടർന്നുകൊണ്ട് ചോദിച്ചു, എന്നാലും ഒന്ന് പറയണ്ട ചേട്ടാ, ചേട്ടൻ എങ്ങനത്തെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം? അപ്പോൾ റേഷൻ കടക്കാരൻ ചേട്ടൻ പറഞ്ഞു, ഷീജ എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും എനിക്കിഷ്ടമാണ്. പിന്നെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണല്ലോ ഷീജ ഇടുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമൊക്കെയാണ്. അത് കേട്ട സമയത്ത് ഷീജയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നിട്ടും ഷീജ തിരിച്ചു ചോദിച്ചു, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് ചേട്ടന് ഇഷ്ടമാണോ? അപ്പോൾ റേഷൻ കടക്കാരൻ ചേട്ടൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടമാണ്. ഷീജ ഇടുന്ന ഏത് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാണാനാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. അത് കേട്ട സമയത്ത് ഷീജയ്ക്കൊരു മനസ്സമാധാനം വന്നു. അപ്പോൾ ഷീജ ഒരു ചെറു പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, എനിക്ക് ആകെ ഒരു സഹായം എന്ന് പറയുന്നത് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പം ചേട്ടൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ട സമയത്ത് എനിക്കൊരുപാട് സന്തോഷമായിട്ടുണ്ട് ചേട്ടാ എന്നൊക്കെ ഷീജ തിരിച്ചു പറഞ്ഞു. പെട്ടെന്ന് റേഷൻ കടക്കാരൻ ചേട്ടൻ ഒരു ചെറു പുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കി. എന്തോ ആകാശം ഇരുണ്ട് നീലിച്ചിട്ടുണ്ടായിരുന്നു. മഴ വരാൻ പോകുന്ന പോലൊരു തോന്നൽ. സമയം അപ്പോഴേക്കും 6 മണി കഴിഞ്ഞിരുന്നു. റേഷൻ കട സ്ഥലത്ത് ഒറ്റ മനുഷ്യന്മാരെ പോലും ഇല്ല. കാരണം വന്നവരെല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ച് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഷീജെ, ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട, മഴ വരുന്നുണ്ട്, നീ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ, അല്ലെന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞ് ആകെപ്പാട് പ്രശ്നങ്ങളാവുകയെ, പനി എന്തെങ്കിലും പിടിച്ചാൽ പിന്നെ അവിടെ കിടക്കേണ്ടി വരുവേ. അപ്പോൾ അതൊരു ചെറിയ പുഞ്ചിരിയോടെ ഷീജ അത് കേട്ടു. ശേഷം അവൾ മറുപടി പറഞ്ഞു, ചേട്ടാ, ചേട്ടനുള്ള സമയത്ത് എനിക്കൊരു പനിയും കാര്യങ്ങളും വരില്ല. പിന്നെ നമ്മുടെ കാര്യം എനിക്ക് വീട്ടിൽ പറയണമെന്നുണ്ട്, പക്ഷേ ചെറിയമ്മ അറിഞ്ഞാൽ എന്നെ കൊല്ലും. റേഷൻ കടക്കാരൻ ചേട്ടൻ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, ഷീജെ, എനിക്കും നിന്നെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഈ ബന്ധങ്ങൾ ആരും അറിയാൻ പാടില്ല. കാരണം മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാവും പിന്നീട്. റേഷൻ കടക്കാരൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഷീജ ഒരക്ഷരം വിടാതെ മനസ്സിലൊളിപ്പിച്ചു. കാരണം ചെറിയമ്മ കുറച്ച് സീനാണ്. കാരണം അവർക്ക് അവരുടെ മോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഷീജ വെറും ഒരു വേലക്കാരി മാത്രമാണ് അവിടുത്തെ. റേഷൻ കടക്കാരൻ ചേട്ടൻ അരിയും പഞ്ചസാരയും ഷീജയുടെ കയ്യിലെടുത്ത് കൊടുത്തു. ഷീജ, ഇപ്പോഴേ പോകുന്നുണ്ടോ നീ, അതോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഷീജ ചുറ്റും നോക്കി. അവിടെ ആരും ഒറ്റ മനുഷ്യന്മാർ പോലും ഇല്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതിയില്ലേ എന്നൊക്കെ പറയുമ്പോഴും റേഷൻ കടക്കാരൻ ചേട്ടൻ ഒരു മൗനത്തോടെ അത് കേട്ടു. മണ്ണെണ്ണ ഒരു തുള്ളി പോലും കടയാതെ ഷീജയുടെ കയ്യിൽ കൊടുത്തു. ഷീജ അത് വാങ്ങി വെച്ചു. ഷീജെ, നിനക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാമ്പഴം എടുത്ത് ഷീജയുടെ കയ്യിൽ കൊടുത്തു. ഇത് നമ്മുടെ വീട്ടിൽ വീണ വെറും നാട്ടുമാങ്ങയാണ്, നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാ എന്ന് പറഞ്ഞ് ഷീജയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഷീജയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ചേട്ടൻ എനിക്ക് വേണ്ടി അത് മാറ്റി വെച്ചല്ലോ എന്ന് കഴിഞ്ഞ് ഷീജ ആ ഒരു മാമ്പഴം മുഴുവൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഷീജ ആ മാമ്പഴം മുഴുവൻ കഴിക്കുമ്പോഴും റേഷൻ കടക്കാരൻ ചേട്ടൻ ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു. താൻ അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് ആ ഒരു ചേട്ടൻ അറിയാമായിരുന്നു. ഷീജെ, മഴ വരുന്നുണ്ട്, നീ വേഗം വീട്ടിലേക്ക് വിട്ടോ എന്നൊക്കെ പറയുമ്പോഴും
ഷീജ പുറത്തേക്ക് നോക്കി. മഴ വീഴാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നൊരു ഇടി വെട്ടി. ഇടി വെട്ടിയ സമയത്തും മിന്നലും ഉണ്ടായിരുന്നു. ഷീജ നന്നായിട്ട് ഭയപ്പെട്ടു. ഷീജെ, നീ പേടിക്കൊന്നും വേണ്ട, നീ ഇപ്പം റേഷൻ കടയിലല്ലേ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ റേഷൻ കടക്കാരൻ ചേട്ടൻ ഒരു വാക്കിൽ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു മഴച്ചാറ്റിലും കാര്യങ്ങളും എല്ലാം പെയ്തൊഴിഞ്ഞു തുടങ്ങി. റേഷൻ കടയ്ക്കകത്തേക്കും വെള്ളം ചീതാനമടിക്കുന്നുണ്ട്. വെള്ളം തുള്ളി തുള്ളിയായി അകത്തേക്ക് വീഴുന്നു. മഴവെള്ളം അടിച്ചടിച്ച് കയറുന്നു. ആ സമയത്ത് രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ആ റേഷൻ കട അടച്ചിടാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. റേഷൻ കട അയാൾ അടച്ചിട്ടു. അവർ രണ്ടുപേരും അകത്ത്. റേഷൻ കടയിൽ കരണ്ടും വെട്ടവും വെളിച്ചവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഇരുട്ട് മുറിയിൽ ആ ഒരു ഷട്ടർ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുറി മുഴുവൻ ഇരുട്ടായി കഴിഞ്ഞു. കുറച്ച് സമയം അവർ ആ ഒരു മുറിക്കുള്ളിൽ തന്നെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മഴ ഒന്ന് തോന്നു തുടങ്ങിയിരുന്നു. ഒരു തുള്ളി മുറിഞ്ഞു കഴിഞ്ഞ് അവർ ചുറ്റും നോക്കി. മഴ ഒന്ന് ശാന്തമായിരിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. കാരണം പുറത്തെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ തന്നെ ആരൊക്കെയോ പുറത്തുണ്ടെന്നുള്ള ആ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കാരണം മഴ തോർന്നു കഴിഞ്ഞപ്പോൾ റേഷൻ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂട്ടമായിരുന്നു. ആ സമയത്ത് തന്നെ റേഷൻ കടക്കാരൻ ചേട്ടൻ ആ ഒരു ഷട്ടർ പൊക്കി. ഷട്ടർ പൊക്കിയ സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ആ ഒരു മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അവരെ തന്നെ കണ്ട് ഒന്ന് പരിഭ്രമിച്ചു പോയി. കാരണം അവർ രണ്ടുപേരും മാത്രമായിരുന്നു റേഷൻ കടയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നത്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഒരു റേഷൻ കടയ്ക്ക് അതാണോ പെണ്ണും ചെറുക്കനോടെ കയറി വാതിലടച്ചിരിക്കുന്നത്? നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടെ ബഹളം തുടങ്ങി. അത് കേട്ട സമയത്ത് തന്നെ ഷീജ പരിഭ്രമിച്ചുകൊണ്ട് തന്നെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കാരണം രണ്ടുപേരെയും ഒരു അവിചാരികമായ സാഹചര്യത്തിൽ കയ്യോടെ പിടിച്ചു എന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത്. ആ ഒരു നിമിഷം രണ്ടുപേരുടെ വെപ്രാളവും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഫാസ്റ്റാക്കി. ഉടൻ തന്നെ ഷീജയുടെ വീട്ടുകാരെയും, അതായത് ചെറിയമ്മയും സുനിതയും എല്ലാവരെയും വിളിച്ചു വരുത്തി. അതേപോലെ തന്നെ റേഷൻ കടക്കാരൻ ചേട്ടൻ്റെ ഫാമിലികൾ മുഴുവനെയും വിളിച്ചു വരുത്തി കഴിഞ്ഞ സമയത്ത് രണ്ടുപേരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഒരു ചിന്തയോടെ അവർ പറയുകയുണ്ടായി. പക്ഷേ നാട്ടുകാരും മറ്റുള്ളവരും അത് കേൾക്കുന്നുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരുടെയും ആ ഒരു നാട്ടുകാരുടെ മുന്നിലും നാണം കെട്ട് തുടങ്ങിയിരുന്നു. ചെറിയമ്മ ഒരു പുഞ്ചിരിയോടെ, ഒരു അട്ടഹാസ ചിരിയോടെ ഷീജയെ നോക്കി. ഇതിനാണോടി നിന്നെ ഞാൻ റേഷൻ കടയിലോട്ട് പറഞ്ഞു വിട്ടത്? ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ നീ മറ്റവൻ്റെ അടുത്തൂടെ അതിന് പോയല്ലേടി? അങ്ങനെല്ലാം പറയുമ്പോൾ ഒരു കണ്ണീരോടുകൂടി ചെറിയമ്മയെ അവളും നോക്കി. ചെറിയമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ, എന്നോട് പൊറുക്കണം. നമ്മുടെ തറവാട്ടി ഒറ്റ മനുഷ്യന്മാർ പോലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിനോട് പോലും എത്ര പേര് അപരാധങ്ങൾ പറഞ്ഞു, ഇവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ ഇവിടെ തനിനിറം, ഇവള് ആള് ശരിയല്ല എന്നൊക്കെ ചെറിയമ്മ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ ഒരു കണ്ണീരോടെയും വിളിച്ചതെല്ലാം ഇനി രണ്ടുപേരുടെയും കല്യാണം ഉടൻ തന്നെ നടത്തണം, അല്ലാതെ വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കല്യാണം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ നാട്ടുകാരെല്ലാം ഉറച്ചു നിന്നു. ഷീജയ്ക്കും റേഷൻ കടക്കാരൻ ചേട്ടനും അതിനകത്ത് അതൃപ്തി ഉണ്ടായിരുന്നു. കൂടെ നിന്ന് ചെറിയമ്മ ഒന്ന് കാക്കിച്ചു തുപ്പി. പക്ഷേ അപ്പോഴും ഷീജ മനോധൈര്യം കൈവിട്ടില്ല. എന്തും വരട്ടെ എന്നുള്ള ചിന്തയിൽ അവൾ അങ്ങനെ നിന്നു. എന്നിട്ടും അവളെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്തോ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ കൂടി നിന്ന് നാട്ടുകാരുണ്ടോ കേൾക്കുന്നു. അവർ വളരെ ശൗര്യത്തോടെയും ദേഷ്യത്തോടെയും അവരോട് പെരുമാറി. ഒരു പുച്ഛം എന്ന പോലെ എല്ലാവരുടെയും മുഖത്ത് ഷീജയോടുണ്ടായിരുന്നു. അത്രയും കാലം വളരെ മാന്യമായിട്ടും വളരെ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി ഇങ്ങനെ കാണിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഷീജയുടെ രൂപമാണെന്നുണ്ടെങ്കിൽ വളരെയധികം മോഡേൺ ഡ്രസ്സും. ഷീജ വളരെയധികം വഴിപിഴച്ചു പോയി എന്ന് വരെ
അവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ആ ഒരു കഥ അവസാനിക്കുകയായിരുന്നു. ഷീജയും അയാളെയും തമ്മിൽ അവർ വിവാഹം കഴിപ്പിച്ചു. ശേഷം ഇപ്പോൾ അവർ സുഖമായി ജീവിക്കുന്നു. ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇനിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.